നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2025 ജനുവരി മാസം 16 തീയതി വ്യാഴാഴ്ച ദിവസം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക അടുത്ത ഗഡു, അതായത് 19ാമത്തെ ഇൻസ്റ്റാൾമെന്റ് അക്കൗണ്ടുകളിൽ ലഭിക്കാൻ 3 കാര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം. നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മുഴുവനായി കാണുവാൻ ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ അംഗമായിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം. ഇനി 19ാം ഗഡുവിന്റെ വിതരണമാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഈ ഒരു തുക നിലവിൽ തടസ്സം വന്നിട്ടുള്ള ആളുകളും ഈ ഒരു തുക ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളും തുടർന്നും ഈ ഒരു തുക തടസ്സം കൂടാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് 3 കാര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു 6000 രൂപ തടസ്സപ്പെടും, നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ലഭിക്കുകയില്ല. അതായത് ഒന്നാമതായി ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്, പ്രധാനമന്ത്രി PM കിസാൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളും ഈ KYC പൂർത്തിയാക്കിയിരിക്കണം. ഇതിൽ വീഴ്ച വരുത്തുന്ന ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിടും. pmkisan.government.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ KYC പൂർത്തിയാക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ CSC സെന്ററുകളിലൂടെയും മറ്റ് ജനസേവാ കേന്ദ്രങ്ങൾ വഴിയും ഈ KYC പൂർത്തിയാക്കാവുന്നതാണ്. മറ്റൊന്ന് ലാൻഡ് വെരിഫിക്കേഷൻ അഥവാ ലാൻഡ് സീഡിംഗ് എന്ന് പറയുന്ന പ്രക്രിയയാണ്. കർഷകർ തങ്ങളുടെ ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു പോർട്ടലിൽ, അതായത് PM കിസാൻ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ നികുതി രസീത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടത്, നിങ്ങളുടെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ്. PM കിസാൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത ഉറപ്പാക്കാൻ നിങ്ങളുടെ ബാങ്കിന്റെ ബ്രാഞ്ച് സന്ദർശിച്ച് ആധാർ ലിങ്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കണം. ഈ ഒരു തുക വിതരണം നടക്കുന്നത് ആധാർ അധിഷ്ഠിതമായാണ്. അതുകൊണ്ട് തന്നെ ആധാർ ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ തുക ലഭിക്കുന്നതിനും തടസ്സം നേരിടും. ഇനി മറ്റൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, വീണ്ടും ഒരു കേന്ദ്ര ബജറ്റ് അവതരണം പടിവാതിൽക്കൽ എത്തി നിൽക്കെ ആദായ നികുതി വ്യവസ്ഥകളിൽ ഇളവ് നൽകാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തയ്യാറാക്കുമെന്നുള്ള പ്രതീക്ഷകൾ ശക്തമാവുകയാണ്. കൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജന തൊഴിലുറപ്പ് പദ്ധതി, PM കിസാൻ എന്നിവയ്ക്കുള്ള വിഹിതം ബജറ്റിൽ ഉയർത്തുമെന്നും പ്രതീക്ഷിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിലെ കുറഞ്ഞ വേതനം വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ PM കിസാൻ ആനുകൂല്യം വർഷത്തിൽ 6000 രൂപ നൽകുന്നത് 8000 രൂപയായി ഉയർത്തണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ശക്തമായിട്ടുണ്ട്. തീർച്ചയായും ഒരു വർധനവ് പ്രതീക്ഷിക്കുകയാണ്. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്, കേരളത്തിന് 8000 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരിക്കുകയാണ്. വൈദ്യുത മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് എടുത്ത 6250 കോടി രൂപയുടെ അധിക വായ്പ അടക്കമുള്ളതാണ് ഈ ഒരു തുക. ഇതോടെ പൊതുവിപണിയിൽ നിന്ന് 2500 കോടി രൂപ കടമെടുക്കും. 2025 ആദ്യ കടമെടുപ്പാണിത്. ഇതോടെ നടപ്പു സാമ്പത്തിക വർഷത്തിലെ ആകെ കടം എന്ന് പറയുന്നത് 34,502 കോടി രൂപയായി വർദ്ധിക്കും. ഒരു മാസത്തെ 1600 രൂപ ക്ഷേമ പെൻഷനും ഈ ഒരു ജനുവരി മാസത്തിൽ വിതരണം ചെയ്യേണ്ടതുണ്ട്. 20ാം തീയതിക്ക് ശേഷം ഈ ഒരു പെൻഷൻ വിതരണവും ഉണ്ടായിരിക്കും. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഴ പ്രവചിച്ചിരിക്കുന്നത്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അപ്ഡേറ്റുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ്.